ഓം ശാന്തി. നമ്മുടെ പാലക്കാട് ജില്ല ആധ്യാത്മികതയുടെ പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് പാലക്കാടുകാർക്ക് മുഴുവൻ കേരളത്തിന് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചിരിക്കുകയാണ് ഈ 2026 പുതുവർഷത്തിൽ. വനിതകളാൽ നയിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പ്രസ്ഥാനം പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ആഗോള മേധാവി സഹമുഖ്യ പ്രശാസിക രാജയോഗിനി ജയന്തി ദീദി നമ്മുടെ മലയാള മണ്ണിലേക്ക് എത്തുകയാണ്. ജനുവരി 26 പാലക്കാടും ജനുവരി 29 തിരുവനന്തപുരത്തും. മലയാളികളായ നമുക്കെല്ലാവർക്കും ഈ സുവർണ അവസരത്തിൻ്റെ ലാഭമെടുക്കാം. പൊതുവെ പറയാറുണ്ടല്ലോ സാഹോദര്യത്തിൻ്റെ മഹത്വം. പക്ഷേ ഇതുവരെ ഫാദർഹുഡ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നില്ലയോ? പരമാത്മ നമ്മുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയുമാണെന്ന് തിരിച്ചറിയുന്നില്ലയോ? അതുവരെ എങ്ങനെ നമുക്ക് സാഹോദര്യ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കി അർത്ഥവത്തായി ജീവിക്കാനാകും? ഏകദേശം 137 രാജ്യങ്ങളിൽ ഈ ആധ്യാത്മികതയുടെ സംസ്കാരത്തെ, ഭാരതത്തിൻ്റെ രാജയോഗത്തെ പാശ്ചാത്യ രാജ്യങ്ങളിലുൾപ്പെടെ എത്തിച്ച് നമ്മുടെ മഹാതപസ്വിനി വിശ്വവന്ദനീയ മാതാവ് രാജയോഗിനി ജയന്തി ദീദി നമ്മുടെ മലയാള മണ്ണിലെത്തുമ്പോൾ ഇതൊരു സംഗമോത്സവമാണ്. നമുക്കെല്ലാവർക്കും സംഗമിക്കാൻ, നമുക്ക് പരസ്പരം ആധ്യാത്മികതയിൽ താല്പര്യമുള്ളവരുടെ ഒരു സംഗമം, പവിത്രമായ ഒരു ജീവിതം കാക്ഷിക്കുന്നവരുടെ സംഗമം, ഭഗവാനുമായി സംഗമിക്കാനുള്ള ഒരു സുവർണ അവസരം കിട്ടുകയാണ്. ജയന്തി ദീദിയുടെ പവിത്രമായ വ്യക്തിത്വത്തിൻ്റെ വൈബ്രേഷൻ, 70 വർഷത്തെ തപശക്തിയുടെ തരംഗങ്ങൾ ശിവശക്തി സ്വരൂപിണിയിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഈ സുവർണാവസരത്തിൻ്റെ ലാഭം നമുക്ക് ഏവർക്കും എടുക്കാം. ഓം ശാന്തി.